ഈസിലിയിലേക്ക് സ്വാഗതം. നമുക്ക് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിലെ കുറച്ച് അഡ്ജസ്റ്റ്മെന്റുകളെ കുറിച്ച് പഠിക്കാം. ഓക്കെ, എന്താണ് അഡ്ജസ്റ്റ്മെന്റുകൾ? എന്തുകൊണ്ടാണ് നമ്മൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ നോർമലി ട്രയൽ ബാലൻസിലൂടെ ലഭിക്കുന്ന ഐറ്റംസിന്റെ പുറത്തേക്ക് ചില അഡ്ജസ്റ്റ്മെന്റുകളെ കൂടി അതിൽ ഉൾപ്പെടുത്തുന്നത്, ചില ഐറ്റംസ് കുറയ്ക്കുകയും കൂട്ടുകയും ചെയ്യുന്നത് ചോദിച്ചാൽ, ഒരു ജേണൽ എൻട്രിയിൽ നിന്നാണ് നമുക്ക് ട്രയൽ ബാലൻസ് കിട്ടിയിട്ടുള്ളത്. ജേണൽ എൻട്രി എഴുതുകയും അത് പോസ്റ്റ് ചെയ്യും, ബാലൻസ് ചെയ്യുകയും ചെയ്തിട്ടാണ് നമുക്ക് ട്രയൽ ബാലൻസ് കിട്ടിയിട്ടുള്ളത്. ജേണൽ എൻട്രി എന്ന് പറയുന്നത് ആക്ച്വൽ ബേസിസിൽ ഉണ്ടാക്കുന്ന ഒരു സാധനം. ജേണൽ എൻട്രി എന്ത് സംഭവങ്ങൾ സ്ഥാപനത്തിൽ നടന്നാലും, ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ നടന്നാലും നമുക്ക് ജേണൽ എൻട്രി ആയിട്ട് മാറും. ഓക്കെ, അപ്പോ ആ ജേണൽ എൻട്രികളിൽ ഈ വർഷത്തല്ലാത്ത ഐറ്റംസ് കൂടി ഉൾപ്പെട്ടിട്ടുണ്ടാവും. ചില ഐറ്റംസ് ഈ വർഷത്തല്ലാത്ത ഉൾപ്പെട്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ ചില ഐറ്റംസ് ഈ വർഷത്തത് നമുക്ക് ചിലപ്പോൾ ഉൾപ്പെട്ടിട്ടുണ്ടാവില്ല. ഓക്കെ, അപ്പൊ നമ്മൾ ഒരു ഫിനാൻഷ്യൽ പീരീഡിലെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്, ഒരു പ്രത്യേക ഫിനാൻഷ്യൽ പീരീഡിലെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ആ പെർട്ടിക്കുലർ ഇയറിലെ അല്ലെങ്കിൽ ആ പീരീഡിലെ ഐറ്റംസിനെ മാത്രമാണ് നമുക്ക് വേണ്ടത്. ആ ഐറ്റംസിനെ എല്ലാം നമുക്ക് ഉൾപ്പെടുത്തുകയും വേണം. ഓക്കെ, അപ്പൊ ചിലപ്പോ അടുത്ത വർഷത്തെ വേജ് നമ്മൾ കൊടുത്തത് ഈ വർഷത്തിലാണെങ്കിൽ ഈ വർഷത്തെ അക്കൗണ്ടിൽ അത് കയറിയിട്ടുണ്ടാവും, ഈ വർഷത്തെ ജേണൽ എൻട്രി ആയിട്ട് അത് അക്കൗണ്ടിൽ കയറിയിട്ടുണ്ടാവും. പക്ഷെ നമുക്ക് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിൽ അതിന്റെ ആവശ്യമില്ല. കാരണം ഈ വർഷത്തെ കണക്കിൽ അത് പെടേണ്ട കാര്യമില്ല, അത് അടുത്ത വർഷത്തേക്ക് കൊടുത്ത വേജാണ്. ഓക്കെ, മറ്റൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഈ വർഷം കിട്ടേണ്ടിയിരുന്ന ഒരു കമ്മീഷൻ നമുക്ക് കിട്ടിയിട്ടില്ല. ഓക്കെ, കിട്ടാത്തത് കൊണ്ട് തന്നെ ഇതിന് ജേണൽ എൻട്രി ഇല്ല. ജേണൽ എൻട്രി ഇല്ലാത്തത് കൊണ്ട് തന്നെ ട്രയൽ ബാലൻസിൽ ഇതിന്റെ പ്രസൻസ് ഇല്ല. ഓക്കെ, പക്ഷെ ഇതിനെ കൂടി ഉൾപ്പെടുത്തിയാൽ മാത്രമേ ഈ വർഷത്തെ അക്കൗണ്ട് നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള റിസൾട്ടാണ് നമുക്ക് കിട്ടിയതെന്ന് പറയാൻ പറ്റും. ഓക്കെ, അങ്ങനെ ചില ജേണൽ എൻട്രികളുടെ പ്രോസസ്സിലൂടെ നമ്മുടെ ട്രയൽ ബാലൻസിൽ കയറി നമ്മുടെ എത്തിയിട്ടുള്ള ചില ഐറ്റംസിനെ നമുക്ക് ഒഴിവാക്കേണ്ടി വരും. ചില കാര്യങ്ങൾ ജേണൽ എൻട്രി ഇല്ലാതെ തന്നെ നമുക്ക് ട്രയൽ ബാലൻസിലേക്ക് അല്ലെങ്കിൽ ജേണൽ എൻട്രിയിൽ ഉൾപ്പെട്ടിട്ടില്ലാത്ത ചില ഐറ്റംസിനെ നമുക്ക് ചേർക്കേണ്ടിയും വരും. രണ്ടും ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ കറക്റ്റ് ആയിട്ടുള്ള പ്രോഫിറ്റിനെയും ലോസിനെയും കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. കറക്റ്റ് ആയിട്ടുള്ള പ്രോഫിറ്റ് ആൻഡ് ലോസിനെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിനെയാണ് നമ്മൾ അഡ്ജസ്റ്റ്മെന്റുകൾ എന്ന് പറയുന്നത്. അപ്പോ എന്താണ് അഡ്ജസ്റ്റ്മെന്റുകൾ എന്ന് ഒരിക്കൽ കൂടി പറയാം. കറക്റ്റ് ആയിട്ടുള്ള ലാഭനഷ്ടങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ള ഫിനാൻഷ്യൽ ഡാറ്റയിൽ നിന്ന് ചില ഐറ്റംസിനെ ഒഴിവാക്കേണ്ടിയും ചില ഐറ്റംസിനെ ഇൻക്ലൂഡ് ചെയ്യേണ്ടതായിട്ടും വരും. പുറമെ നിന്ന് എടുത്ത് ഇതിലേക്ക് ഇൻക്ലൂഡ് ചെയ്യേണ്ടതായിട്ടും വരും. അങ്ങനെയുള്ള ഐറ്റംസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ട്രയൽ ബാലൻസിലെ അഡ്ജസ്റ്റ്മെന്റുകൾ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിലെ അഡ്ജസ്റ്റ്മെന്റുകൾ എന്ന് പറയുന്നത്. നമുക്ക് ഒരുപാട് അഡ്ജസ്റ്റ്മെന്റുകൾ ഉണ്ട്. നമുക്ക് കുറച്ച് അഡ്ജസ്റ്റ്മെന്റുകൾ എന്താണെന്ന് നോക്കാം. കുറച്ച് അഡ്ജസ്റ്റ്മെന്റുകൾ എന്താണ്, അതുമായി ബന്ധപ്പെട്ട എൻട്രികൾ എന്താണ്, അത് ട്രയൽ ബാലൻസ് അത് പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് എന്താണ് എഫക്ട് വരുന്നത്, നമ്മുടെ ട്രേഡിംഗ് അക്കൗണ്ടും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ബാലൻസ് ഷീറ്റിലൊക്കെ ഈ അഡ്ജസ്റ്റ്മെന്റ് കയറി വരുമ്പോൾ എന്ത് മാറ്റമാണ് വരുന്നത് എന്നൊക്കെ നമുക്കൊന്ന് പ്രിപ്പയർ ചെയ്യാം, നമുക്കൊന്ന് കണക്കാക്കി നോക്കാം. ഓക്കെ, നമുക്ക് ആദ്യത്തെ അഡ്ജസ്റ്റ്മെന്റ് ക്ലോസിംഗ് സ്റ്റോക്ക് ആണ്. നോക്കാം, ക്ലോസിംഗ് സ്റ്റോക്ക് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം. ക്ലോസിംഗ് സ്റ്റോക്ക് അൺസോൾഡ് ആയിട്ട് സ്ഥാപനത്തിൽ ബാക്കി വരുന്ന റിമെയിൻ ഗുഡ്സ് അൺസോൾഡ് ഇൻ ബിസിനസ് ആണ്. അൺസോൾഡ് ആയിട്ട് വിൽക്കാതെ ബാക്കി വരുന്ന സ്റ്റോക്കാണ് ക്ലോസിംഗ് സ്റ്റോക്ക്. ഓക്കെ, ഈ ക്ലോസിംഗ് സ്റ്റോക്കിന് ജേണൽ എൻട്രി ഒന്നുമില്ല. ക്ലോസിംഗ് സ്റ്റോക്ക് ഇത്ര രൂപയുടെ ക്ലോസിംഗ് സ്റ്റോക്ക് ഉണ്ടെന്ന് നമ്മൾ ജേണൽ എൻട്രി എഴുതുമ്പോൾ എഴുതിയൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ട്രയൽ ബാലൻസിൽ അത് ഉൾപ്പെട്ടിട്ടില്ല. പക്ഷെ ക്ലോസിംഗ് സ്റ്റോക്ക് ബാക്കിയുള്ള സാധനങ്ങൾ എത്രയാണെന്നും കൂടി മനസ്സിലാക്കി അതിനെ കൂടി അക്കൗണ്ടിലേക്ക് ചേർത്താൽ മാത്രമേ നമുക്ക് യഥാർത്ഥത്തിലുള്ള ലാഭവും നഷ്ടവും നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഈ ബാക്കി വരുന്ന സാധനങ്ങൾ നമുക്ക് ഉപേക്ഷിച്ച് കളയാൻ പറ്റില്ല. അത് നമ്മുടെ നഷ്ടമല്ല, അത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന സാധനമാണ്, അത് അസറ്റാണ്. ഓക്കെ, അപ്പൊ നമുക്ക് അതിനെ ഉപയോഗിച്ചാൽ മാത്രമേ, അതിനെ കണ്ടുപിടിച്ചിട്ട് അതിനൊരു വാല്യൂ കണക്കാക്കിയാൽ മാത്രമേ നമുക്ക് യഥാർത്ഥത്തിലുള്ള ലാഭനഷ്ടങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റൂ. അപ്പൊ ഇത് ഒരു അഡ്ജസ്റ്റ്മെന്റ് ആണ്. ഇത് ട്രേഡിംഗ് അക്കൗണ്ടിൽ നോർമലി ഇത് പെട്ടിട്ടില്ല. ഇതിന് നമ്മൾ ഇത് ട്രയൽ ബാലൻസിൽ നോർമലി പെട്ടിട്ടില്ല. ഇതിന് ട്രയൽ ബാലൻസിന് താഴെ നമ്മൾ അഡ്ജസ്റ്റ്മെന്റ് ആയിട്ടാണ് തരുന്നത്. ഇതിനെ കൂടി നമ്മൾ നമ്മുടെ ട്രേഡിംഗ് അക്കൗണ്ടിലെ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിൽ എവിടെയാണോ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിലേക്ക് ഉൾപ്പെടുത്തിയാൽ മാത്രമേ നമുക്ക് യഥാർത്ഥത്തിലുള്ള ലാഭനഷ്ടങ്ങൾ നമുക്ക് കിട്ടും. ക്ലോസിംഗ് സ്റ്റോക്ക്. ഓക്കെ, ഇനി ക്ലോസിംഗ് സ്റ്റോക്കിന്റെ ജേണൽ എൻട്രി നമുക്ക് എൻട്രി ചെയ്യണം. ജേണൽ എൻട്രി നോർമലി ഇതിനില്ല. അഡ്ജസ്റ്റ്മെന്റിന്റെ സമയത്ത് ഇതിന്റെ ജേണൽ എൻട്രി എന്താണെന്ന് നോക്കുക. ക്ലോസിംഗ് സ്റ്റോക്കിന്റെ ജേണൽ എൻട്രി ക്ലോസിംഗ് സ്റ്റോക്ക് അക്കൗണ്ട് അറ്റർ ടു ട്രേഡിംഗ് അക്കൗണ്ട് ആണ്. ട്രേഡിംഗ് അക്കൗണ്ടിലേക്ക് നമ്മൾ അതിനെ ചേർക്കണം. ക്ലോസിംഗ് സ്റ്റോക്ക് അക്കൗണ്ട് അറ്റർ ടു ട്രേഡിംഗ് അക്കൗണ്ട് എന്നാണ് ജേണൽ എൻട്രി. ജേണൽ എൻട്രി നോക്കുക. ക്ലോസിംഗ് സ്റ്റോക്ക് അക്കൗണ്ട് ഇത് പഠിക്കാം. ക്ലോസിംഗ് സ്റ്റോക്ക് അക്കൗണ്ട് അറ്റർ ടു ട്രേഡിംഗ്. ക്ലോസിംഗ് സ്റ്റോക്ക് അക്കൗണ്ട് അറ്റർ ടു ട്രേഡിംഗ് അക്കൗണ്ട് എന്നാണ് ഈ ചാനൽ. ഓക്കെ,
ക്ലോസിംഗ് സ്റ്റോക്ക് ആദ്യത്തെ അഡ്ജസ്റ്റ്മെന്റ് ആണ്. ജേണൽ എൻട്രി ക്ലോസിംഗ് സ്റ്റോക്ക് അക്കൗണ്ട് ഒരു ട്രേഡിംഗ് അക്കൗണ്ട്. ട്രേഡിംഗ് അക്കൗണ്ടിലേക്ക് നമുക്ക് ക്ലോസിംഗ് സ്റ്റോക്കിനെ നമ്മൾ ഈ ജേണൽ എൻട്രി എൻട്രി ചെയ്തുകൊണ്ട് നമുക്ക് വരുത്തി. ഓക്കെ, ഇനി ക്ലോസിംഗ് സ്റ്റോക്ക് എവിടെയൊക്കെയാണ് എഴുതുക നമുക്ക്? നോർമലി ക്ലോസിംഗ് സ്റ്റോക്ക് എഴുതുന്നത് നമ്മുടെ ട്രേഡിംഗ് അക്കൗണ്ട് ഉണ്ടല്ലോ, ട്രേഡിംഗ് അക്കൗണ്ട് ഈ അഡ്ജസ്റ്റ്മെന്റുകളെല്ലാം രണ്ട് സ്ഥലങ്ങളിൽ എഴുതും. നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ഉള്ളിലുള്ള ഐറ്റംസ് എല്ലാം നമ്മൾ ഒരു സ്ഥലത്താണ്, ഒറ്റ സ്ഥലത്താണ് റെക്കോർഡ് ചെയ്തതെങ്കിൽ അഡ്ജസ്റ്റ്മെന്റുകളെല്ലാം നമുക്ക് രണ്ട് സ്ഥലങ്ങളിൽ എഴുതേണ്ടതായിട്ട് വരും. രണ്ട് സ്ഥലങ്ങളിൽ നമുക്ക് എഴുതേണ്ടതായിട്ട് വരും. അപ്പോൾ ക്ലോസിംഗ് സ്റ്റോക്ക് എഴുതേണ്ടത് ഒന്ന് ട്രേഡിംഗ് അക്കൗണ്ടിൽ നമ്മൾ ക്ലോസിംഗ് സ്റ്റോക്ക് എഴുതും. ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡ് ക്രെഡിറ്റ് സൈഡിൽ ക്ലോസിംഗ് സ്റ്റോക്ക് എഴുതാം. സെയിൽസിന് തൊട്ട് താഴെയായിട്ട് ട്രേഡിംഗ് അക്കൗണ്ടിൽ ക്ലോസിംഗ് സ്റ്റോക്ക് എഴുതാം. ഒപ്പം തന്നെ ബാലൻസ് ഷീറ്റിലെ അസറ്റില് നമ്മൾ ക്ലോസിംഗ് സ്റ്റോക്ക് എഴുതും. അസറ്റില് ക്ലോസിംഗ് സ്റ്റോക്ക് ഇപ്പൊ രണ്ട് സ്ഥലങ്ങളിലാണ് ക്ലോസിംഗ് സ്റ്റോക്ക് രേഖപ്പെടുത്തുന്നത്. ഒന്ന് ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിലും ക്രെഡിറ്റ് സൈഡിലും രേഖപ്പെടുത്തുക. ഒപ്പം തന്നെ ബാലൻസ് ഷീറ്റിന്റെ അസറ്റ് സൈഡിലും രേഖപ്പെടുത്തുക. ജേണൽ എൻട്രി ഇതാണ് ക്ലോസിംഗ് സ്റ്റോക്ക് അക്കൗണ്ട് ടു ട്രേഡിംഗ് അക്കൗണ്ട്. ജേണൽ എൻട്രി ഇതാണ് ക്ലോസിംഗ് സ്റ്റോക്ക് അക്കൗണ്ട് ടു ട്രേഡിംഗ് അക്കൗണ്ട്. ഓക്കെ, ഇപ്പൊ ക്ലോസിംഗ് സ്റ്റോക്കിനെ ഈ ജേണൽ എൻട്രി രേഖപ്പെടുത്തിക്കൊണ്ട് ഈ സ്ഥലങ്ങളിൽ എഴുതിയാൽ മാത്രമേ നമുക്ക് യഥാർത്ഥത്തിലുള്ള ലാഭം കിട്ടുള്ളൂ, ലാഭനഷ്ടങ്ങൾ കിട്ടുള്ളൂ. ഇല്ലെങ്കിൽ ക്ലോസിംഗ് സ്റ്റോക്ക് അതിൽ നിന്ന് മാറി നിൽക്കും. കാരണം ക്ലോസിംഗ് സ്റ്റോക്കിൽ നോർമലി ജേണൽ എൻട്രി ഇല്ല, ഒരു ട്രാൻസാക്ഷൻ അല്ലാത്തതുകൊണ്ട് ഇതിന് ജേണൽ എൻട്രി വന്നിട്ടില്ല. ഇത് എവിടെ ഉൾപ്പെട്ടിട്ടില്ല? ട്രയൽ ബാലൻസിൽ ഉൾപ്പെട്ടിട്ടില്ല. അപ്പൊ നമ്മള് കൊടുക്കേണ്ട ജേണൽ എൻട്രി ക്ലോസിംഗ് സ്റ്റോക്ക് അക്കൗണ്ട് ട്രേഡിംഗ് അക്കൗണ്ട് എന്നാണ്. എഴുതേണ്ട സ്ഥലങ്ങള്, രേഖപ്പെടുത്തേണ്ട സ്ഥലങ്ങള് ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിലും ഒപ്പം തന്നെ ബാലൻസ് ഷീറ്റിന്റെ അസറ്റ് സൈഡിലുമാണ് എഴുതുന്നത്. ഓക്കെ, നമുക്ക് രണ്ടാമത് വഹിക്കുന്നു. രണ്ടാമത് ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസസ്. ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസസ്. ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസസ് എന്താന്ന് പറഞ്ഞാല്, ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ എക്സ്പെൻസ് നമ്മൾ കൊടുക്കേണ്ടതായിരുന്നു, പക്ഷെ നമ്മൾ കൊടുത്തിട്ടില്ല. എക്സ്പെൻസ് നമ്മൾ കഴിഞ്ഞ വർഷത്തെ ഫിനാൻഷ്യൽ പീരീഡിൽ വന്ന എക്സ്പെൻസ് ആണ്. നമ്മൾ കഴിഞ്ഞ വർഷത്തെ ഫിനാൻഷ്യൽ പീരീഡിൽ തന്നെ നോർമലി ഇത് കൊടുക്കേണ്ടതും അക്കൗണ്ടിൽ കയറേണ്ടതുമായിരുന്നു. പക്ഷെ കഴിഞ്ഞ വർഷത്തെ ഫിനാൻഷ്യൽ പീരീഡിൽ നമുക്ക് കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല. ഓക്കെ, പക്ഷെ കഴിഞ്ഞ വർഷത്തെ ചെലവ് എത്രയാണെന്ന് ചോദിച്ചാൽ ഇതിനെ കൂടി ഉൾപ്പെടുത്തിയാൽ മാത്രമേ യഥാർത്ഥത്തിൽ ചെലവ്. നമുക്ക് ഒരുപാട് ചെലവുണ്ട്, പക്ഷെ ആർക്കും നമ്മൾ കൊടുത്തിട്ടില്ല. എന്നിട്ട് നമുക്ക് ഒരു ചെലവില്ല എന്ന് പറയാൻ പറ്റും. അപ്പോ കഴിഞ്ഞ വർഷത്തെ ഫിനാൻഷ്യൽ പീരീഡിലെ റവന്യൂ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കഴിഞ്ഞ വർഷം നമുക്ക് വന്ന് നമ്മളിപ്പോ പ്രിപ്പയർ ചെയ്യുന്ന ഈ പീരീഡിൽ നമുക്ക് വന്ന ചെലവാണ്, നമ്മൾ കൊടുത്തിട്ടില്ല. ഓക്കെ, കൊടുക്കാനുണ്ട്, കൊടുത്തിട്ടില്ല. അതാണ് ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസസ്. കൊടുക്കാനുള്ള എക്സ്പെൻസ് ആണ്, നമ്മൾ കൊടുത്തു തീർത്തിട്ടില്ല. ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസസ് ആണ്. ഓക്കെ, അപ്പൊ അതിനെ കൂടി ഈ അക്കൗണ്ടിലേക്ക് ഔട്ട്സ്റ്റാൻഡിംഗ് കൊടുക്കാനുണ്ട് കൊടുത്തിട്ടില്ല എന്നത് ഒരു ട്രാൻസാക്ഷൻ അല്ല, കൊടുത്താലാണ് ട്രാൻസാക്ഷൻ ആവുന്നത്. അതുകൊണ്ട് തന്നെ ജേണൽ എൻട്രി ആയിട്ടില്ല. ജേണൽ എൻട്രി അല്ലാത്തത് കൊണ്ട് തന്നെ ട്രയൽ ബാലൻസിൽ ഇല്ല. പക്ഷെ ഈ അക്കൗണ്ടിലേക്ക് നമുക്ക് അതിനെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിലേക്ക് നമുക്ക് അതിനെ കയറ്റിയാൽ മാത്രമേ യഥാർത്ഥത്തിലുള്ള ലാഭം നമുക്ക് കിട്ടുള്ളൂ. ജേണൽ എൻട്രി ഇതാണ് എക്സ്പെൻസസ് അക്കൗണ്ട് ടു ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസസ്. Expenses account to outstanding expenses. Expenses account to outstanding expenses. Expenses account to outstanding expenses എന്നാണ് ചാനൽ. Expenses account to outstanding expenses എന്നാണ് ചാനൽ. അതിപ്പോ സാലറി ആണെങ്കിൽ, സാലറിക്കാണ് ഔട്ട്സ്റ്റാൻഡിംഗ് ഉള്ളതെങ്കിൽ സാലറി അക്കൗണ്ട് ടു ഔട്ട്സ്റ്റാൻഡിംഗ് സാലറി എന്ന് വരും. വേജസിനാണ് ഔട്ട്സ്റ്റാൻഡിംഗ് ഉള്ളതെങ്കിൽ വേജസ് അക്കൗണ്ട് ഔട്ട്സ്റ്റാൻഡിംഗ് വേജസ് എന്ന് വരും. കമ്മീഷൻ ആണ് ഔട്ട്സ്റ്റാൻഡിംഗ് എങ്കിൽ കമ്മീഷൻ അക്കൗണ്ട് ഔട്ട്സ്റ്റാൻഡിംഗ് കമ്മീഷൻ എന്ന് വരും. ഓക്കെ, ചുരുക്കി പറഞ്ഞാൽ നമുക്ക് കോമൺ ആയിട്ട് എക്സ്പെൻസ് അക്കൗണ്ട് ടു ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസസ് എന്ന് പറയും. ഓക്കെ, ഇവിടെ നമുക്ക് നമ്മൾ എവിടെ രേഖപ്പെടുത്തുന്നു നോക്കുക. ജനറലി നോക്കാം, എക്സ്പെൻസസ് അക്കൗണ്ട് ടു ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസസ് എന്നാണ് ജനറൽ. എക്സ്പെൻസ് അക്കൗണ്ട് ടു ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസ് എന്നാണ് ജനറലി. എവിടെ രേഖപ്പെടുത്തുന്നു വെച്ചാൽ ഇപ്പോ വേജസിനാണ് ഔട്ട്സ്റ്റാൻഡിംഗ് എന്ന് വിചാരിക്കുക. വേജസ് ഔട്ട്സ്റ്റാൻഡിംഗ് 50 എന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പോ ട്രേഡിംഗ് അക്കൗണ്ടിൽ നോർമലി നമ്മൾ വേജസ് എന്ന് എഴുതും. അപ്പൊ വേജസ് ഔട്ട്സ്റ്റാൻഡിംഗ് 50 രൂപയാണെന്ന് വിചാരിക്കാം. അപ്പോ നോർമൽ വേജസ് ഇപ്പൊ ട്രേഡിംഗ് ട്രയൽ ബാലൻസിൽ ഒരു വേജസ് 1000 രൂപ ഉണ്ട്. ഓക്കെ, ട്രയൽ ബാലൻസിന്റെ പുറത്ത് നമുക്ക് ഔട്ട്സ്റ്റാൻഡിംഗ് വേജസ് 50 രൂപ എന്നുണ്ട് എന്ന് വിചാരിക്കാം. ഔട്ട്സ്റ്റാൻഡിംഗ് വേജസ് 50 രൂപ എന്നുണ്ടെന്ന് വിചാരിക്കാം. ഇതാണ് അഡ്ജസ്റ്റ്മെന്റ്. 50 രൂപയാണ് അഡ്ജസ്റ്റ്മെന്റ്. വേജസ് 1000 രൂപ എന്ന് എഴുതുക. 1000 രൂപയോട് കൂടെ ഔട്ട്സ്റ്റാൻഡിംഗ് വേജസ് കൂട്ടി എഴുതുക.
ഔട്ട്സ്റ്റാൻഡിംഗ് 1050 ഔട്ട്സ്റ്റാൻഡിംഗ് വേജസ് കൂട്ടി വേജസിനോട് കൂടി എന്ത് കൂട്ടി എഴുതുക ഔട്ട്സ്റ്റാൻഡിംഗ് വേജസ് കൂട്ടിയിട്ട് 1050 എന്ന് വേജസിനോട് കൂടി ഔട്ട്സ്റ്റാൻഡിംഗ് വേജസ് കൂട്ടിയിട്ട് 1050 എന്ന് എഴുതുക. അപ്പോൾ ട്രേഡിംഗ് അക്കൗണ്ട്. ഇനി ബാലൻസ് ഷീറ്റില് ലയബിലിറ്റി സൈഡില് ഔട്ട്സ്റ്റാൻഡിംഗ് വേജസ് 50. ഇപ്പൊ രണ്ട് സ്ഥലത്തെടുത്തു നമ്മളിതിനെ ഔട്ട്സ്റ്റാൻഡിംഗ് വേജസിനെ വേജസിനോട് കൂട്ടിയിട്ട് ട്രേഡിംഗ് അക്കൗണ്ടിൽ എഴുതി ബാലൻസ് ഷീറ്റിന്റെ ലയബിലിറ്റി സൈഡിൽ. ഓക്കെ, അപ്പോ വേജസ് ഔട്ട്സ്റ്റാൻഡിംഗിന്റെ ട്രീറ്റ്മെന്റ് ഇതാണ്. ട്രേഡിംഗ് അക്കൗണ്ടിലോ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലോ എവിടെയാണോ വേജ് അതിനോട് കൂട്ടി എഴുതുക ബാലൻസ് ഷീറ്റിന്റെ ലയബിലിറ്റി സൈഡിൽ എഴുതുക. ഓക്കെ, ജേണൽ എൻട്രി ഞാൻ പറഞ്ഞു എക്സ്പെൻസസ് അക്കൗണ്ട് ടു ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസസ് വേജസ് അക്കൗണ്ട് ടു ഔട്ട്സ്റ്റാൻഡിംഗ്. ഓക്കെ, കൺസേൺഡ് എക്സ്പെൻസിനോട് കൂടി ആഡ് ചെയ്ത് എഴുതുക ബാലൻസ് ഷീറ്റില് ലയബിലിറ്റി സൈഡിൽ എഴുതുക. കൺസേൺഡ് എക്സ്പെൻസിനോട് കൂടി ആഡ് ചെയ്ത് എഴുതുക ബാലൻസ് ഷീറ്റ്. ഇപ്പൊ ഈ സാലറിക്കാണ് ഔട്ട്സ്റ്റാൻഡിംഗ് വന്നെങ്കിൽ ഇത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലാണോ സാലറി എഴുതുക സാലറിനോട് കൂടി കൂട്ടി എഴുതുക ലയബിലിറ്റി സൈഡിൽ. ഓക്കെ, ഇതാണ് രണ്ടാമത്തെ അഡ്ജസ്റ്റ്മെന്റ് ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസസ്. ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസ് എന്താണെന്ന് മനസ്സിലാക്കുക. ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസസ് ഡ്യൂ ബട്ട് നോട്ട് പെയ്ഡ് ആണ്. ഡ്യൂ ആയിട്ടുണ്ട് പക്ഷെ നമ്മൾ കൊടുത്തിട്ടില്ല, കൊടുക്കേണ്ട സമയമായിട്ടുണ്ട് നമ്മൾ എന്ത് ചെയ്തിട്ടില്ല കൊടുത്തിട്ടില്ല, അതാണ് ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസസ്. ഓക്കെ, നമുക്ക് അടുത്ത അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് ഔട്ട്സ്റ്റാൻഡിംഗിന്റെ ഓപ്പോസിറ്റ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം പ്രീപെയ്ഡ് എക്സ്പെൻസസ്. പ്രീപെയ്ഡ് എക്സ്പെൻസസ്. ഓക്കെ, പ്രീപെയ്ഡ് എക്സ്പെൻസസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആവശ്യം മുമ്പേ കൊടുത്തതാണ്. അടുത്ത വർഷത്തെ ആവശ്യത്തിനുള്ള എക്സ്പെൻസ് ഈ വർഷമേ കൊടുക്കും, അതാണ് പ്രീപെയ്ഡ് എക്സ്പെൻസ്. അടുത്ത വർഷത്തെ ആവശ്യത്തിനുള്ള എക്സ്പെൻസസ് ഈ വർഷമേ കൊടുത്തു, അതാണ് പ്രീപെയ്ഡ് എക്സ്പെൻസസ്. ഓക്കെ, പ്രീപെയ്ഡ് എക്സ്പെൻസസിന്റെ ജേണൽ എൻട്രി പ്രീപെയ്ഡ് എക്സ്പെൻസസ് അക്കൗണ്ട് അറ്റഡ് ടു എക്സ്പെൻസസ് എന്നാണ്. പ്രീപെയ്ഡ് എക്സ്പെൻസസ് അക്കൗണ്ട് അറ്റഡ് ടു എക്സ്പെൻസസ്. പ്രീപെയ്ഡ് സാലറി ആണെങ്കിൽ പ്രീപെയ്ഡ് സാലറി അക്കൗണ്ട് അറ്റഡ് ടു സാലറി, പ്രീപെയ്ഡ് വേജസ് ആണെങ്കിൽ പ്രീപെയ്ഡ് വേജസ് അക്കൗണ്ട് അറ്റഡ് ടു വേജസ്, പ്രീപെയ്ഡ് റെന്റ് ആണെങ്കിൽ പ്രീപെയ്ഡ് റെന്റ് അക്കൗണ്ട് അറ്റഡ് ടു റെന്റ് എന്നൊക്കെ പറഞ്ഞിട്ട് പ്രീപെയ്ഡ് എക്സ്പെൻസസ് അക്കൗണ്ട് അറ്റഡ് ടു എക്സ്പെൻസസ് എന്നാണ് പ്രീപെയ്ഡിന്റെ ചേർന്നത്. ഓക്കെ, ഇത് ട്രേഡിംഗ് അക്കൗണ്ടിലോ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലോ കൺസേൺഡ് എക്സ്പെൻസിൽ നിന്ന് മൈനസ് ചെയ്യുകയും, ഇപ്പൊ വേജസ് ആണെങ്കിൽ വേജസ് നിന്ന് മൈനസ് ചെയ്യുകയും അസറ്റ് സൈഡിൽ എഴുതുകയും ചെയ്യും. ഓക്കെ, പ്രീപെയ്ഡ് എക്സ്പെൻസസ് ഉദാഹരണത്തിന് ഇപ്പോ സാലറി 500 രൂപയുണ്ട് ട്രയൽ ബാലൻസിനുള്ളിൽ, പുറത്ത് പ്രീപെയ്ഡ് സാലറി 50 രൂപ എന്ന് വിചാരിക്കും. ഓക്കെ, അപ്പൊ നമ്മള് ഇത് ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യുന്നത് എങ്ങനെയാണ്, നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഉണ്ടാകും, അവിടെയാണോ സാലറി എഴുതുക. ഇപ്പൊ സാലറി 500 രൂപ. ഓക്കെ, അതിൽ നിന്ന് പ്രീപെയ്ഡ് സാലറി മൈനസ് ചെയ്യുക, മൈനസ് പ്രീപെയ്ഡ് 50, എന്നിട്ട് 450 ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. 450 ആണ് ഉപയോഗിക്കുന്നത്. എന്നിട്ട് ബാലൻസ് ഷീറ്റില് അസറ്റ് സൈഡിൽ പ്രീപെയ്ഡ് സാലറി 50 രൂപ ഉപയോഗിക്കും. ഓക്കെ, മനസ്സിലായി? ഇങ്ങനെയാണ് പ്രീപെയ്ഡ് സാലറിയുടെ അഡ്ജസ്റ്റ്മെന്റ്. ഓക്കെ, അപ്പൊ പ്രീപെയ്ഡ് സാലറി പ്രീപെയ്ഡ് എക്സ്പെൻസസ് എന്ന് പറഞ്ഞാൽ എക്സ്പെൻസ് കൊടുക്കാനുള്ള സമയം ആയിട്ടില്ല, പക്ഷെ നമ്മൾ നേരത്തെ കൊടുത്തതാണ്. ജേണൽ എൻട്രി കയറിയിട്ടുണ്ട്, അക്കൗണ്ടിലേക്ക് പൈസ വന്നിട്ടുണ്ട്. അപ്പോ അതിൽ നിന്ന് ആ പ്രീപെയ്ഡ് അടുത്ത വർഷത്തെ 50 നമ്മൾ എടുത്ത് മാറ്റി വെക്കുകയാണ്. അപ്പൊ അടുത്ത വർഷം വരെ ഇത് അസറ്റ് ആണ്, പ്രീപെയ്ഡ് എക്സ്പെൻസ് അസറ്റ് ആണ്. ജേണൽ എൻട്രി നോക്കുക, പ്രീപെയ്ഡ് എക്സ്പെൻസ് അക്കൗണ്ട് ടു എക്സ്പെൻസ് എന്നാണ് ജേണൽ എൻട്രി. ഓക്കെ, പ്രീപെയ്ഡ് എക്സ്പെൻസിന്റെ ജേണൽ എൻട്രി പ്രീപെയ്ഡ് എക്സ്പെൻസ് അക്കൗണ്ട് ടു എക്സ്പെൻസ് എന്നാണ് ജേണൽ എൻട്രി. ഇപ്പൊ നമ്മളിപ്പോ രണ്ട് കേസസ് പറഞ്ഞത് എക്സ്പെൻസിനെ കുറിച്ചായിരുന്നു. ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസസ് എന്ന് പറഞ്ഞാൽ എക്സ്പെൻസ് കൊടുക്കാനുള്ള സമയമായിട്ടുണ്ട്, കൊടുത്തിട്ടില്ല, അത് നമ്മൾ ആഡ് ചെയ്തു ലയബിലിറ്റി സൈഡിൽ എഴുതി. പ്രീപെയ്ഡ് എക്സ്പെൻസ് കൊടുക്കാനുള്ള സമയം ആവുന്നതിന് മുമ്പേ കൊടുത്തു, കഴിഞ്ഞ അടുത്ത വർഷത്തെ എക്സ്പെൻസ് ഈ വർഷമേ കൊടുത്തു, അത് നമ്മൾ ലെസ് ചെയ്തു അസറ്റ് സൈഡിൽ എഴുതി. ഇനി ഇതുപോലെ ഇൻകവുമായി ബന്ധപ്പെട്ട് രണ്ടെണ്ണമുണ്ട്. ഒന്ന് അക്രൂഡ് ഇൻകം എന്ന് പറഞ്ഞാൽ ഔട്ട്സ്റ്റാൻഡിംഗ് ഇൻകം ആണ്. ഇൻകം നോട്ട് റിസീവ്ഡ്, ഇൻകം ഡ്യൂ ബട്ട് നോട്ട് റിസീവ്ഡ്, അക്രൂഡ് ഇൻകം എന്ന് പറയും.
ഓക്കെ, അല്ലെങ്കിൽ ഔട്ട്സ്റ്റാൻഡിംഗ് ഇൻകം എന്ന് പറയും. അക്രൂഡ് ഇൻകം. അക്രൂഡ് ഇൻകം എന്ന് പറഞ്ഞാൽ ഇതാണ്, ഇൻകം കിട്ടാനുണ്ട് കിട്ടിയിട്ടില്ല. ഇൻകം നമുക്ക് നേരത്തെ നമുക്ക് കൊടുക്കാനുണ്ട് കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞതുപോലെ ഇവിടെ ഇൻകം നമുക്ക് കിട്ടാനുണ്ട് കിട്ടിയിട്ടില്ല എന്നാണ്. ഇൻകം നമുക്ക് കിട്ടാനുണ്ട്, അത് കിട്ടിയിട്ടില്ല എന്നാണ്. ഓക്കെ, അപ്പോ അതിന്റെ ജേർണൽ എൻട്രി ഇതാണ്, അക്രൂഡ് ഇൻകം അക്കൗണ്ട് അറ്റ് ഇൻകം. ജേർണൽ എൻട്രി ഇതാണ്, അക്രൂഡ് ഇൻകം അതായത് അക്രൂഡ് കമ്മീഷൻ ആണെങ്കിൽ അക്രൂഡ് കമ്മീഷൻ അക്കൗണ്ട് അറ്റ് കമ്മീഷൻ, അക്രൂഡ് റെന്റ് ആണെങ്കിൽ അക്രൂഡ് റെന്റ് അക്കൗണ്ട് അറ്റ് റെന്റ്, അക്രൂഡ് ഇൻകം അക്കൗണ്ട് അറ്റ് ഇൻകം എന്നാണ് അതിന്റെ ജേർണൽ. അക്രൂഡ് ഇൻകം അക്കൗണ്ട് അറ്റ് ഇൻകം എന്നാണ് അതിന്റെ ജേർണൽ. അക്രൂഡ് ഇൻകം അക്കൗണ്ട് അറ്റ് ഇൻകം എന്നാണ് ജേർണൽ. ഓക്കെ, ഇനി ഇതിന്റെ ട്രീറ്റ്മെന്റ് എങ്ങനെയാണെന്ന് വെച്ചാല് ഒന്നുമില്ല, ഇത് ഇൻകം എഴുതുന്നതിലൂടെയാണ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടില് ഇൻകത്തിനോട് കൂടി ആഡ് ചെയ്യാം. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടില് ഇൻകം എഴുതുമ്പോ കമ്മീഷൻ ആണെങ്കിൽ കമ്മീഷനോട് കൂടി ആഡ് ചെയ്യുക, ഇൻകത്തിനോട് കൂടി ആഡ് ചെയ്യാം. അതുപോലെ ബാലൻസ് ഷീറ്റിന്റെ അസറ്റ് സൈഡിൽ എഴുതുകയും ചെയ്യാം. ബാലൻസ് ഷീറ്റിന്റെ അസറ്റ് സൈഡില് അക്രൂഡ് ഇൻകം. ട്രീറ്റ്മെന്റ് ഇതാണ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഇൻകത്തോട് കൂടി ആഡ് ചെയ്യാം, ഒപ്പം തന്നെ ബാലൻസ് ഷീറ്റിന്റെ ലയബിലിറ്റി സൈഡിൽ എഴുതുക. ഓക്കെ, അക്രൂഡ് ഇൻകം, ഇൻകം ഡ്യൂ ബട്ട് നോട്ട് റിസീവ്ഡ് എന്നാണ് ജേർണൽ എൻട്രി. അക്രൂഡ് ഇൻകം അക്കൗണ്ട് അറ്റ് ഇൻകം എന്നാണ് എഴുതേണ്ടത്. ബാലൻസ് ഷീറ്റിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിനോട് കൂടി പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഐറ്റത്തിനോട് കൂടി ആഡ് ചെയ്യാം ഇതിന്റെ അസറ്റ് സൈഡിൽ. ബാലൻസ് ഷീറ്റിന്റെ അസറ്റ് സൈഡിൽ, ബാലൻസ് ഷീറ്റിന്റെ അസറ്റ് സൈഡിൽ. ഓക്കെ, ഇനി ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ്. ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ്. ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ് എന്ന് പറഞ്ഞാല് ഇൻകം നമുക്ക് നേരത്തെ കിട്ടിയെന്നാണ്. ഇൻകം കിട്ടുന്ന സമയത്തിന് മുമ്പ് കിട്ടി, ഇൻകം ലഭിക്കേണ്ട സമയത്തിന് മുമ്പ് നമുക്ക് കിട്ടിയെന്നാണ്. ഓക്കെ, സമയമായിട്ടില്ല, അത് അടുത്ത വർഷത്തെ ഇൻകം ആയിരുന്നു, നമുക്ക് ഈ വർഷമേ കിട്ടി എന്ന് പറയുന്നതാണ് ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ്. ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ്. ഓക്കെ, അതിന്റെ ജേർണൽ എൻട്രി എന്ന് പറയുന്നത് ഇൻകം അക്കൗണ്ട് അറ്റ് ടു ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ്. ജേർണൽ എൻട്രി ഇൻകം അക്കൗണ്ട് അറ്റ് ടു ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ്. ഇൻകം അക്കൗണ്ട് അറ്റ് ടു ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ്. ഇതാണ് ജേർണൽ എൻട്രി. ഇത് നമുക്ക് കിട്ടാനുണ്ട് കിട്ടിയിട്ടില്ല എന്നാണ്. പക്ഷെ ഇത് കിട്ടുന്നതിന്റെ സമയമാവുന്നതിന് മുമ്പ്, ഡ്യൂ ആവുന്നതിന് മുമ്പ് കിട്ടി, അല്ലെങ്കിൽ അടുത്ത വർഷത്തിന് മുമ്പ് കിട്ടിയെന്നാണ് ജേർണൽ എൻട്രി. ഇൻകം അക്കൗണ്ട് അറ്റ് ടു ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ആണ് ജേർണൽ എൻട്രി. ഇൻകം അക്കൗണ്ട് അറ്റ് ടു ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ആണ്. ഓക്കെ, ഇനി ഇതിന്റെ ട്രീറ്റ്മെന്റ് ഇത് നേരത്തെ പോലെ ഇതൊന്ന് കുറയ്ക്കുകയും ചെയ്യാം. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ് കൂട്ടിയതാണെങ്കിൽ ഇവിടെ ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ് കുറയ്ക്കുകയും ചെയ്യാം. അതുപോലെ തന്നെ ബാലൻസ് ഷീറ്റിന്റെ ലയബിലിറ്റി സൈഡിൽ ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ്, ബാലൻസ് ഷീറ്റിന്റെ ലയബിലിറ്റി സൈഡിൽ എഴുതുകയും ചെയ്യും. ഓക്കെ, ഇൻകവുമായി ബന്ധപ്പെട്ട രണ്ട് അഡ്ജസ്റ്റ്മെന്റ്. ഇൻകവുമായി ബന്ധപ്പെട്ട രണ്ട് അഡ്ജസ്റ്റ്മെന്റുകൾ, ഒന്ന് അക്രൂഡ് ഇൻകം, മറ്റേത് ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ്. ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ്. ഓക്കെ, അക്രൂഡ് ഇൻകം, ഇൻകം കിട്ടാനുണ്ട് കിട്ടിയിട്ടില്ല, ഇത് കിട്ടാനായിട്ടില്ല പക്ഷെ മുമ്പേ കിട്ടിയതാണ്. റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ആണ്, അഡ്വാൻസ് ആയിട്ട് കിട്ടിയതാണ്. ഓക്കെ, ഒന്ന് ആഡ് ചെയ്തിട്ട് ലയബിലിറ്റീസ് ആയിട്ട് എഴുതുക, മറ്റേത് മൈനസ് ചെയ്തിട്ട് ഇവിടെ എഴുതുക അസറ്റ്സ് ആയിട്ട്. ഓക്കെ, ഒന്ന് ആഡ് ചെയ്തിട്ട് അസറ്റ്സ് ആയിട്ട് എഴുതുക, മറ്റേത് മൈനസ് ചെയ്തിട്ട് ലയബിലിറ്റീസ് ആയിട്ട്. ഓക്കെ, ഇനി അടുത്ത അഡ്ജസ്റ്റ്മെന്റ് ഡിപ്രീസിയേഷൻ. ഡിപ്രീസിയേഷന്റെ ജേർണൽ എൻട്രി ഡിപ്രീസിയേഷൻ അക്കൗണ്ട് അറ്റ് ടു അസറ്റ് എന്നാണ്. ഡിപ്രീസിയേഷൻ അക്കൗണ്ട് അറ്റ് ടു അസറ്റ് എന്നാണ്. ഡിപ്രീസിയേഷൻ അക്കൗണ്ട് അറ്റ് ടു അസറ്റ് എന്നാണ് ഡിപ്രീസിയേഷൻ ജേർണൽ എൻട്രി. ഡിപ്രീസിയേഷൻ ജേർണൽ എൻട്രി ഡിപ്രീസിയേഷൻ അക്കൗണ്ട് അറ്റ് ടു അസറ്റ് എന്നാണ്. ഡിപ്രീസിയേഷൻ അക്കൗണ്ട് അറ്റ് ടു അസറ്റ് എന്നാണ് ജേർണൽ. ഇപ്പോ മെഷീനറി ആണെങ്കിൽ ഡിപ്രീസിയേഷൻ അക്കൗണ്ട് അറ്റ് ടു മെഷീനറി, ലാൻഡ് ആണെങ്കിൽ ഡിപ്രീസിയേഷൻ അക്കൗണ്ട് അറ്റ് ടു ലാൻഡ്, ഫർണിച്ചർ ആണെങ്കിൽ ഡിപ്രീസിയേഷൻ അക്കൗണ്ട് അറ്റ് ടു ഫർണിച്ചർ. അതാണ് ഡിപ്രീസിയേഷന്റെ ജേർണൽ എൻട്രി. ഓക്കെ, അപ്പൊ ഇതിന്റെ ട്രീറ്റ്മെന്റ് ഇതാണ്. ജേർണൽ എൻട്രി ഇതാണ്, ഡിപ്രീസിയേഷൻ അക്കൗണ്ട് അറ്റ് ടു അസറ്റ് എന്നാണ്. ട്രീറ്റ്മെന്റ് ഇതാണ്, ഡിപ്രീസിയേഷൻ ഒരു അസറ്റ് ആണ്. ഇവിടെ ഡിപ്രീസിയേഷൻ ഒന്നും കൂട്ടുക കുറയ്ക്കൊന്നും അല്ല ചെയ്യുന്നത്, നേരിട്ട് ഡിപ്രീസിയേഷൻ എവിടേക്ക് എഴുതുക, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ എഴുതുക.
ലോസ് അക്കൗണ്ട് ഡിപ്രീസിയേഷൻ എഴുതുക. ഇവിടെ ഇപ്പൊ മെഷീനറിയുടെ ഡിപ്രീസിയേഷൻ ആണെങ്കിൽ മെഷീനറിയുടെ വില എഴുതും, അതിനോടുകൂടി ഈ ഡിപ്രീസിയേഷൻ കുറച്ച് ഇവിടെ. അപ്പൊ ട്രീറ്റ്മെന്റ് ഇതാണ്. ഡിപ്രീസിയേഷൻ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ എഴുതുക. ഒപ്പം തന്നെ മെഷീനറിയുടെ വിലയിൽ നിന്ന്, അല്ലെങ്കിൽ എന്തിന്റെയാണോ ഡിപ്രീസിയേഷൻ, ബിൽഡിംഗ് ആണ് ബിൽഡിങ്ങിന്റെ വിലയിൽ നിന്ന് ഡിപ്രീസിയേഷൻ കുറച്ചിട്ടാണ് ഈ അസറ്റ് സൈഡിൽ എഴുതുക. അപ്പൊ ഇതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന ഒരു 6 അഡ്ജസ്റ്റ്മെന്റുകൾ. ഓക്കെ, ഇത് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള 6 അഡ്ജസ്റ്റ്മെന്റുകൾ ഇതൊക്കെയാണ്. ക്ലോസിംഗ് സ്റ്റോക്ക് എന്താണെന്ന് നിങ്ങൾക്കറിയാം, വിൽക്കാതെ ബാക്കിയായ സാധനങ്ങളാണ് ക്ലോസിംഗ് സ്റ്റോക്കുകൾ. ക്ലോസിംഗ് സ്റ്റോക്കുകൾ 2 സ്ഥലങ്ങളിൽ എടുക്കുന്നുണ്ട്. ഒന്ന് ട്രേഡിംഗ് അക്കൗണ്ടിലും ഒന്ന് ബാലൻസ് ഷീറ്റിൽ അസറ്റിലും. ഓക്കെ, രണ്ടാമത്തെ സാധനം ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസ് ആണ്. എക്സ്പെൻസ് കൊടുത്തിട്ടില്ല, അത് നമ്മൾ എക്സ്പെൻസിനോട് കൂടി ട്രേഡിംഗ് അക്കൗണ്ടിലോ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിലോ ആഡ് ചെയ്യുകയും ചെയ്യും. ഒപ്പം തന്നെ ലയബിലിറ്റി സൈഡിൽ എഴുതുകയും ചെയ്യും. അടുത്തത് അഡ്വാൻസ് ആണ്, പെയ്ഡ് അഡ്വാൻസ് ആണ്. ഓക്കെ, പ്രീപെയ്ഡ് എക്സ്പെൻസസ് ആണ്. പ്രീപെയ്ഡ് എക്സ്പെൻസുകൾ എന്ത് ചെയ്യുന്നു എന്ന് വെച്ചാല് എക്സ്പെൻസിൽ നിന്ന് കുറച്ചു കളയും, എക്സ്പെൻസിൽ നിന്ന് മൈനസ് ചെയ്യുകയും ചെയ്യും, അസറ്റ് സൈഡിൽ എഴുതുകയും ചെയ്യും. ഓക്കെ, ഇൻകവുമായി ബന്ധപ്പെട്ട 2 എണ്ണങ്ങൾ അക്രൂഡ് ഇൻകം ആണ്. അക്രൂഡ് ഇൻകം എന്ന് പറഞ്ഞാൽ ഇൻകം കിട്ടാനുണ്ട്, കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. അത് ഇൻകത്തോടു കൂടി കൂട്ടുകയും ചെയ്യും, അസറ്റ് സൈഡിൽ എഴുതുകയും ചെയ്യും. ഓക്കെ, പിന്നീട് ഇൻകം റിസീവ്ഡ് അഡ്വാൻസ് ആണ്. നേരത്തെ കിട്ടിയതാണ്, ആ ഇൻകം ഈ വർഷത്തല്ല, മൈനസ് ചെയ്യാണ് ചെയ്യുന്നത്. ഇൻകത്തോടു കൂടി മൈനസ് ചെയ്യുകയും ചെയ്യും. ഒപ്പം നമ്മൾ എവിടെ എഴുതുകയും ചെയ്യും, നമ്മുടെ ലയബിലിറ്റി സൈഡിൽ എഴുതുകയും ചെയ്യും. പിന്നെ അവസാനമായിട്ട് പറഞ്ഞത് ഡിപ്രീസിയേഷൻ ആണ്. ഡിപ്രീസിയേഷൻ എക്സ്പെൻസ് ആണ്, അസറ്റുകളുടെ വില കുറയുന്നതാണ്, എക്സ്പെൻസ് ആണ്. അത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ എക്സ്പെൻസിന്റെ സൈഡിൽ എഴുതും. ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഏത് അസറ്റിനാണോ ഡിപ്രീസിയേഷൻ സംഭവിച്ചിട്ടുള്ളത് ആ അസറ്റിൽ നിന്ന് അത് മൈനസ് ചെയ്ത് എഴുതുകയും ചെയ്യും. ഇത്രയുമാണ് നമുക്ക് ഇന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള അഡ്ജസ്റ്റ്മെന്റുകൾ. ഇത്രയുമാണ് നമ്മൾ പെട്ടെന്ന് നമുക്ക് പഠിക്കാനുള്ള വളരെ പ്രധാനപ്പെട്ട 6 അഡ്ജസ്റ്റ്മെന്റുകൾ. അപ്പൊ ഇന്ന് നമ്മൾ നിങ്ങളുടെ ഫോക്കസ് ഏരിയയിലുള്ള 6 അഡ്ജസ്റ്റ്മെന്റുകളെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്തത്. അഡ്ജസ്റ്റ്മെന്റുകൾ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അഡ്ജസ്റ്റ്മെന്റുകൾ നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിനെ ആക്യുറേറ്റ് ആക്കാൻ വേണ്ടിയിട്ട് ട്രയൽ ബാലൻസിന്റെ പുറത്തേക്ക് നമ്മൾ വരുത്തുന്ന ചില നീക്കുപോക്കുകളാണ്. അതിന് പ്രത്യേകമായിട്ടുള്ള കാരണങ്ങൾ ഉണ്ടാവും. ചിലപ്പോൾ ചില ഐറ്റംസിനെ ഒഴിവാക്കാനായിരിക്കും, ചിലപ്പോൾ ചില ഐറ്റംസിനെ കൂട്ടാനായിരിക്കും. ഉദാഹരണത്തിന് ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസിനെ അതിലേക്ക് ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കുകയാണ്. ജേണൽ എൻട്രി ഇല്ലാതെ ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസ് എവിടെയോ ഇരിക്കുന്ന ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസിനെ നമ്മൾ അതിലേക്ക് കൂട്ടുകയാണ്. കാരണം അതിനെ കൂടി കൂട്ടിയാലേ യഥാർത്ഥത്തിലുള്ള എക്സ്പെൻസ് കിട്ടും. ഓക്കെ, ഡിപ്രീസിയേഷൻ ജേണൽ എൻട്രി ഇല്ലാതെ എവിടെയോ നിൽക്കുകയാണ്, അതിനെ ഒരു ജേണൽ എൻട്രി എഴുതി നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ടിലേക്ക് പോസ്റ്റ് ചെയ്യാം. ഓക്കെ, കാരണം ഡിപ്രീസിയേഷനെ കൂടി അതിലേക്ക് ചേർത്താലേ യഥാർത്ഥത്തിലുള്ള റിസൾട്ട് കിട്ടുള്ളൂ. അങ്ങനെ ചില ഐറ്റംസിനെ അതിലേക്ക് കൊണ്ടുവന്ന് കൂട്ടുകയോ അല്ലെങ്കിൽ നമ്മുടേതല്ലാത്ത ഈ വർഷത്തല്ലാത്ത നമുക്ക് വേണ്ടാത്ത ചില ഐറ്റംസിനെ അതിൽ നിന്ന് എടുത്തു മാറ്റുകയോ ചെയ്യുന്നതാണ് യഥാർത്ഥത്തിൽ അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്. ഈ അഡ്ജസ്റ്റ്മെന്റുകൾ കൂടി ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിലേക്ക് ജോയിൻ ചെയ്താൽ മാത്രമേ യഥാർത്ഥത്തിലുള്ള ലാഭനഷ്ടങ്ങളും ഫിനാൻഷ്യൽ പൊസിഷനും ഒക്കെ നമുക്ക് മനസ്സിലാവും. ഉദാഹരണത്തിന് ഡിപ്രീസിയേഷൻ ഇല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള പണ്ട് വാങ്ങിയ അസറ്റുകളും ബാലൻസ് ഷീറ്റിൽ ഇപ്പൊ വലിയ വില തന്നെയായിരിക്കും ഉണ്ടാവും. പക്ഷെ അതിന് പണ്ട് വാങ്ങിയ വില നമുക്ക് കിട്ടില്ല. അത് ഗ്രാജുവൽ ആയിട്ട് അതിന്റെ വാല്യൂ എന്ത് ചെയ്തിട്ടുണ്ട്, കുറഞ്ഞു പോയിട്ടുണ്ട്. അപ്പൊ അത് അങ്ങനെ ആ എഫക്ട് ബാലൻസ് ഷീറ്റിൽ ആ അസറ്റിന് ഉണ്ടാവണമെങ്കിൽ ഡിപ്രീസിയേഷനെ നമ്മൾ ഇതിലേക്ക് ചാർജ് ചെയ്യണം. അങ്ങനെ ആക്യുറേറ്റ് ആക്കാൻ വേണ്ടിയിട്ട് ചില ഐറ്റംസിനെ ഇൻക്ലൂഡ് ചെയ്യുകയോ ചില ആളുകളെ ചില ജേണൽ എൻട്രികൾ എഴുതിയിട്ട് എടുത്ത് പുറത്തേക്ക് കളയുകയോ ഒക്കെ ചെയ്യുന്ന ഈ പ്രോസസ് ആണ് യഥാർത്ഥത്തിൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിലെ അഡ്ജസ്റ്റ്മെന്റുകൾ എന്ന് പറയുന്നത്. അപ്പൊ അഡ്ജസ്റ്റ്മെന്റ് എൻട്രീസ് നമുക്ക് 2 സ്ഥലങ്ങളിൽ വരും. ഓക്കെ, ട്രേഡിംഗ് അക്കൗണ്ടിലോ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലോ എവിടെയെങ്കിലും ഒരു സ്ഥലത്തും വരും. ബാലൻസ് ഷീറ്റിൽ കമ്പൽസറി ആയി വരും. ഇപ്പൊ അഡ്ജസ്റ്റ്മെന്റുകൾ ട്രയൽ ബാലൻസിന് താഴെ തരുന്ന ഈ അഡ്ജസ്റ്റ്മെന്റുകൾ നമുക്ക് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ 2 സ്ഥലങ്ങളിൽ റിഫ്ലക്ട് ആവും. ഉദാഹരണത്തിന് ക്ലോസിംഗ് സ്റ്റോക്ക് വളരെ കോമൺ ആയിട്ടുള്ള അഡ്ജസ്റ്റ്മെന്റ് ആണല്ലോ ക്ലോസിംഗ് സ്റ്റോക്ക് ട്രേഡിംഗ് അക്കൗണ്ടിലും ഉണ്ടാവും, ബാലൻസ് ഷീറ്റിലും ഉണ്ടാവും. ആ സമയം ഉള്ളിലുള്ള ഒരു ഐറ്റം, ട്രയൽ ബാലൻസിന്റെ ഉള്ളിലുള്ള ഒരു ഐറ്റം ഒരു സ്ഥലത്തേ ഉണ്ടാവുള്ളൂ. വേജസ് എന്ന് പറയുന്നത് ട്രേഡിംഗ് അക്കൗണ്ടിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷെ ഔട്ട്സ്റ്റാൻഡിംഗ് വേജസ് ട്രേഡിംഗ് അക്കൗണ്ടിൽ വേജസിനോട് കൂടി ആഡ് ചെയ്യുകയും ചെയ്യും. ഒപ്പം തന്നെ ബാലൻസ് ഷീറ്റിന്റെ ലയബിലിറ്റി സൈഡിൽ എഴുതുകയും ചെയ്യും. ഓക്കെ, അങ്ങനെ 2 സ്ഥലങ്ങളിൽ ഈ ട്രേഡിംഗ് അക്കൗണ്ട് വരും. ഡബിൾ എൻട്രി സിസ്റ്റത്തിൽ ആയതുകൊണ്ട് 2 സ്ഥലങ്ങളിൽ എഫക്ട് ഉണ്ടാവും, ബാക്കി എല്ലാത്തിനും. പക്ഷെ അഡ്ജസ്റ്റ്മെന്റുകളെ നമ്മൾ പുതുതായിട്ട് ഉൾപ്പെടുത്തുന്നുണ്ട്, അവയ്ക്കും 2 സ്ഥലങ്ങളിൽ എക്സ്പെൻസ് ഉണ്ടാവും. അവയ്ക്ക് ഒരു ജേണൽ എൻട്രി ഉണ്ടല്ലോ, അപ്പൊ 2 സ്ഥലങ്ങളിൽ അവർക്ക് എഫക്ട് ഉണ്ടാവും. അപ്പോ ഇത് 6 അല്ല, യഥാർത്ഥത്തിലുള്ള അഡ്ജസ്റ്റ്മെന്റുകൾ ഒരുപാടെണ്ണമുണ്ട്. പക്ഷെ പെട്ടെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത് ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന രീതിയിൽ പഠിക്കുന്ന 6 അഡ്ജസ്റ്റ്മെന്റുകൾ ഇതാണ്. ഓക്കെ, അപ്പോ ട്രേഡിംഗ് അക്കൗണ്ടിന്റെയും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെയും ബാലൻസ് ഷീറ്റിന്റെയും ആക്യുറസി വർദ്ധിപ്പിക്കുക, കറക്റ്റ് ആക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ്
അഡ്ജസ്റ്റ്മെന്റ് ജേണൽ എൻട്രികൾ പാസ് ചെയ്തുകൊണ്ട് ചില ഐറ്റങ്ങളെ നമ്മൾ ഉൾപ്പെടുത്തുകയും ചില ഐറ്റങ്ങളെ നമ്മൾ ഒഴിവാക്കുകയും ചെയ്യുന്നത്. ചിലതൊക്കെ മൈനസ് ചെയ്ത് കളയാണ്, ചിലതൊക്കെ ആഡ് ചെയ്യാൻ ചെയ്യും. ഓക്കെ, ഇത് അതിന്റെ ആക്യുറസി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം അക്കൗണ്ടിംഗ് പ്രൊസീജിയറിൽ പെടാതെ മാറി നിൽക്കുന്ന ചില ഐറ്റംസ് ഉണ്ട്, അവയെ കൊണ്ടുവന്ന് ചേർക്കണം ഈ വർഷത്തെ ആണെങ്കിൽ. അല്ലെങ്കിൽ അടുത്ത വർഷത്തെ ഐറ്റം ആയിട്ട് കൂടി ജേണൽ എൻട്രി ഉള്ളത് കൊണ്ട് ട്രയൽ ബാലൻസിൽ പ്രവേശിക്കപ്പെട്ട ചില ഐറ്റംസ് ഉണ്ട്, അവയെ എടുത്ത് നമ്മൾ മാറ്റുകയും ഒക്കെയാണ് ഈ അഡ്ജസ്റ്റ്മെന്റിലൂടെ നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം.